പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിന്റെ 254 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ജോൺ യൂഡ്സിന് ശേഷം ഈ ആഴ്ച ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാഡിനെ കുറിച്ചാണ്. 1090 ഫ്രാൻസിലെ ഡിജോണിന് സമീപമുള്ള ഒരു കുലീന ബുർഗുണ്ടിയൻ കുടുംബത്തിൽ മൂന്നാമത്തെ മകനായിട്ടാണ് വിശുദ്ധ ബെർണാഡ് ജനിച്ചത്. വളരെ നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന വിശുദ്ധൻ തന്റെ 22ാമത്തെ വയസ്സിൽ സിറ്റ്യുവിലെ ബെനഡിക്തൻ ആശ്രമത്തിൽ ചേരുകയും തന്റെ പിതാവും സഹോദരനും ഉൾപ്പെടെ 30ഓളം കുലീന കുടുംബാംഗങ്ങളായ യുവാക്കളെയും തന്റെ മാതൃക പിന്തുടരുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. 2 വർഷങ്ങൾക്ക് ശേഷം ഒരു കൂട്ടം സന്യാസിമാർക്കൊപ്പം വിശുദ്ധൻ ക്ലെയർവോയിൽ ഒരു സന്യാസ ഭവനം സ്ഥാപിക്കുകയും 1115 അവിടുത്തെ ആശ്രമാധിപതിനായി നിയമിതനാവുകയും ചെയ്തു. വിശുദ്ധ ബെർണാഡ് ഒരു നല്ല വേദപാരംഗതനും രാജാക്കന്മാരുടെ അനുരഞ്ജകനും പാപ്പാമാരുടെ ഉപദേഷ്ടാവും സർവോപരി ഒരു അത്ഭുത പ്രവർത്തകനുമായിരുന്നു. നിരവധി ആശ്രമങ്ങൾ വിശുദ്ധൻ സ്ഥാപിക്കുകയുണ്ടായി. ക്ലെയർവോയിലെ ആശ്രമത്തിൽ വിശുദ്ധൻ നടപ്പിലാക്കിയ സന്യാസ നിയമങ്ങൾ പിൽക്കാലത്ത് സിസ്റ്റേഴ്സ് നവീകരണത്തിന്റെ ഏതാനും 163 ആശ്രമങ്ങളിൽ മാതൃകയാക്കി. യൂജിൻ മൂന്നാമൻ എന്ന പേരിൽ പാപ്പായായി തീർന്ന പിസായിലെ ബെർണാഡ് വിശുദ്ധന്റെ ശിഷ്യനായിരുന്നു. അക്കാലഘട്ടത്തിലെ ജനങ്ങൾക്കിടയിലും രാജാക്കന്മാർക്കിടയിലും പുരോഹിതബന്ധത്തിനിടയിലുള്ള വിശുദ്ധന്റെ സ്വാധീനം എടുത്തു പറയേണ്ടതാണ്. വളരെയേറെ അനുതാപപരവും കാർക്കശ്യമേറിയതുമായ ജീവിതരീതിയാണ് വിശുദ്ധൻ പിന്തുടർന്നിരുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും വളരെയേറെ ഉത്സാഹവാനായിരുന്ന വിശുദ്ധൻ 1153 ഓഗസ്റ്റ് 20 ക്ലെയർവോയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. വിശുദ്ധ ബെർണാഡിനെ സിസ്റ്റേഴ്സ് സന്യാസ സമൂഹത്തിന്റെ 2ാമത്തെ സ്ഥാപകനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ചില ഉദ്ധരണികൾ പിൽക്കാലത്ത് ആരാധനാക്രമങ്ങളിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. പ്രകടനം മോശമായതുകൊണ്ട് ആരും ഒന്നിനും കൊള്ളാത്തവരാകുന്നില്ല, മറിച്ച് വിജയത്തിനായവർ വേണ്ടത്ര പരിശ്രമിച്ചിട്ടില്ലെന്ന് മാത്രം. ആത്മവിശ്വാസം നഷ്ടപ്പെടലാണ് യഥാർത്ഥ തോൽവി. തോൽവികളുടെ അതിജീവനമാണ് വിജയങ്ങളുടെ ജന്മമാകുന്നത്. തൊട്ടതെല്ലാം വിജയമാക്കിയ പലരെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അവർ വീണുകിടന്നതും ആരും സഹായിക്കാനില്ലാതെ നിലവിളിച്ചതും നാം ഓർക്കാത്ത പിന്നാമ്പുറ കഥകളാണ്. നമ്മുടെ പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കാതെ അവയെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത്. പോയ വണ്ടിയെ ഓർത്ത് കരയുകയില്ല, അടുത്ത വണ്ടിക്ക് വേണ്ടി ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഏവർക്കും നന്ദി.